നമസ്കാരം, മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയായ നടിയാണ് മേഘ്ന വിൻസെന്റ്. സീരിയലിൽ സജീവമായ മേഘ്ന ചില സിനിമകളിലും വേഷമിട്ടിട്ടുണ്ട്. അഭിനയത്തിൽ സജീവമായിരുന്ന താരം ഇടയ്ക്ക് ഒരു നീണ്ട ഇടവേള എടുത്തെങ്കിലും ഇപ്പോൾ വീണ്ടും മിനി സ്ക്രീനിൽ സജീവമായിരിക്കുകയാണ്. ചന്ദ്രമഴ എന്ന സീരിയലിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ടവളായി മാറിയതാണ് മേഘ്ന. അമൃത എന്ന കഥാപാത്രം അത്രയും വലിയ വിജയമായിരുന്നു. എന്നാൽ അമൃതയായി എത്തിയ മേഘ്ന വിൻസെന്റിന്റെ ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല. നടി ഡിംപിളിന്റെ സഹോദരൻ ഡോണുമായുള്ള വിവാഹം ടെലിവിഷൻ ലോകത്ത് തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട വിവാഹങ്ങളിൽ ഒന്നായിരുന്നു. എന്നിട്ടും ഒരു വർഷത്തിനിടയിൽ തന്നെ ആ ദാമ്പത്യം അവസാനിച്ചു. വിവാഹമോചനത്തിന്റെ കാരണം രണ്ടുപേരും ഇതുവരെയും എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അതിനുശേഷം ഡോൺ മറ്റൊരു വിവാഹം കഴിഞ്ഞു. ഇപ്പോൾ മേഘ്നയുടെ പുതിയ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. സാധാരണയായി സിനിമ, സീരിയൽ താരങ്ങൾക്കെല്ലാം അഭിനയത്തിന് പുറമെ ഒരു ബിസിനസ് കൂടി ഉണ്ടാകാറുണ്ട്. അവസരങ്ങൾ കുറയുന്ന സാഹചര്യങ്ങളിൽ ഇത്തരം ബിസിനസ്സുകളാണ് അവരെ പിടിച്ചു നിർത്താറുള്ളത്. എന്നാൽ മേഘ്നയുടെ ബിസിനസ്സാണ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ എങ്ങുമുള്ള ചർച്ചാ വിഷയം. പൊതുവെ നടിമാർ ബൊട്ടിക്ക് പോലുള്ള ബിസിനസ്സിലേക്ക് തിരിയുമ്പോൾ ഇവിടെ മേഘ്ന തിരഞ്ഞെടുത്തത് കൃഷിയാണ്. സ്വന്തമായി ഒരു ഫാം മേഘ്നയ്ക്കുണ്ട്. ആ ഫാമിലെ പ്രധാന ജീവനക്കാരിയെ പോലെ തന്നെയാണ് മേഘ്ന എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നത്. ഇപ്പോഴിതാ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ തന്റെ കൃഷിയെക്കുറിച്ചും പുതിയ വീടിനെക്കുറിച്ചുമെല്ലാമുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന മേഘ്നയുടെ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. പണ്ട് മുതൽ കൃഷി എനിക്ക് ഇഷ്ടമാണ്. മീൻ കൃഷിയോടാണ് കൂടുതൽ താല്പര്യമെന്നാണ് മേഘ്ന പറയാറുള്ളത്. ഫാമിൽ പോയാൽ മേഘ്നയുടെ കോലം ഇതൊന്നുമല്ല. ടീഷർട്ടും ട്രൗസറും ഇട്ട് അങ്ങ് ഫാമിലേക്ക് ഇറങ്ങി പണിയെടുക്കും. ഫാമിൽ പോയാൽ ചെടികളോടൊക്കെ മേഘ്ന സംസാരിക്കുമെന്ന് അമ്മ നിമ്മിയും കൂട്ടിച്ചേർത്തു. ഞാൻ ചെടികളോട് സംസാരിക്കും, പിറ്റേ ദിവസം എല്ലാം കായ്ക്കും. കേൾക്കുമ്പോൾ വട്ടാണെന്ന് തോന്നും, പക്ഷെ സത്യമാണ്. മീനുകളും എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായി എനിക്ക് തോന്നാറുണ്ട്. ചന്ദനമഴ സീരിയൽ അഭിനയിച്ച ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചും നടി വെളിപ്പെടുത്തി. അമൃത എന്ന കഥാപാത്രമായി 4-4.5 കൊല്ലം ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. 6:30 മുതൽ രാത്രി 9:30 വരെയാണ് ഷൂട്ട്. അതുകൊണ്ട് തന്നെ ഉറങ്ങുമ്പോൾ മാത്രമാണ് ഞാൻ മേഘ്നയായി നിൽക്കുന്നത്. 365 ദിവസവും ഈ ഒരു രീതിയായതുകൊണ്ട് തന്നെ 4-4.5 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് വരെ ഞാൻ മറന്നുപോയി. അമൃതയെ പോലെ നോ പറയാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല്ല് തേക്കുന്നത് പോലെയാണ് ഞാൻ മേക്കപ്പ് ഇട്ടിരുന്നത്. പിന്നെ സീരിയൽ അവസാനിച്ചപ്പോൾ മേക്കപ്പ് ഇടാതെ ആയപ്പോൾ എനിക്ക് എന്തൊക്കെയോ ആയിപ്പോയി. അതുകൊണ്ട് റൂം അടച്ചിട്ട് മേക്കപ്പ് ഇട്ട് ഞാൻ തന്നെ ആക്ഷൻ പറഞ്ഞ് അഭിനയിച്ച് കട്ട് പറയുമായിരുന്നു. പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ലെന്നാണ് മേഘ്ന പറയുന്നത്. ഉണ്ടായിരുന്ന വീട് വിറ്റിരുന്നു, അതുകൊണ്ടാണ് പുതിയ വീട് വെച്ചത്. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. ആദ്യം ആരോഗ്യമാണ് ഞാൻ വീണ്ടെടുത്തത്. അതിന് ഒരുപാട് കഷ്ടപ്പെട്ടു. ഡിപ്രഷന്റെ സമയത്ത് ഞാൻ 10 കിലോ കുറഞ്ഞു. കൂടാതെ മുടിയും പുരികവും വരെ കൊഴിഞ്ഞു. ആ സമയത്ത് പെൻസിൽ ഉപയോഗിച്ച് ഞാൻ പുരികം വരയ്ക്കുമായിരുന്നു. കൂടാതെ കാലും ഒടിഞ്ഞു. ആരോഗ്യം വീണ്ടെടുത്ത ശേഷം ഞാൻ കരിയർ സ്ട്രോങ് ആക്കി എടുത്തു എന്നും മേഘ്ന പറഞ്ഞു. എന്നാൽ മേഘ്ന കുടുംബമായി ജീവിക്കുന്നത് കാണാനാണ് എനിക്ക് ഇഷ്ടമെന്നും ആഗ്രഹമെന്നും എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതൊക്കെ ബെസ്റ്റായി ദൈവം അവൾക്ക് തിരികെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ വിവാഹം കഴിച്ച് കാണണമെന്ന ആഗ്രഹമുണ്ടെന്നും അത് ബെസ്റ്റായി കിട്ടണമെന്ന ആഗ്രഹമുണ്ടെന്നും അമ്മ പറഞ്ഞു. അവളെ വിവാഹം ചെയ്യാൻ പോകുന്നയാൾ ജെനുവിൻ ആയിരിക്കണമെന്ന കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. പങ്കാളിയെക്കുറിച്ച് സങ്കല്പമുണ്ടോ എന്ന ചോദ്യത്തിന് പാർട്ട്ണറെ കുറിച്ച് സങ്കല്പമില്ലെന്നും അതേക്കുറിച്ച് താൻ ചിന്തിച്ചിട്ടില്ലെന്നുമായിരുന്നു മേഘ്നയുടെ മറുപടി. അതേസമയം ഡോണുമായുള്ള വിവാഹമോചനത്തെക്കുറിച്ച് മേഘ്ന മുൻപ് പറഞ്ഞ വാക്കുകളും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ആരൊക്കെ സമാധാനിപ്പിക്കാനുണ്ടെങ്കിലും നമ്മൾക്കുള്ളിൽ ഒരാളുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഉള്ളിലുള്ള ആൾ ഓക്കെ ആയിരിക്കണം. പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും അംഗീകരിക്കാനും ഒക്കെ 24 മണിക്കൂറും ലാളിക്കാനൊന്നും ആർക്കും പറ്റില്ല. തീരുമാനം എടുക്കേണ്ടതും സ്വയം തോന്നേണ്ടതും നമ്മൾ തന്നെയാണ്. ഇങ്ങനെ വീണ് കിടക്കാനുള്ള ഓപ്ഷൻ എല്ലാവർക്കും ഉണ്ടായെന്ന് വരില്ല. ഓടിത്തന്നെ ആവണമെന്ന സാഹചര്യം പലർക്കും ഉണ്ടാകും. നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്നുകിൽ കരഞ്ഞുകൊണ്ട് ഡിപ്രഷനായി കിടക്കാം, അതല്ലെങ്കിൽ പല കാര്യത്തിലും എൻഗേജ് ചെയ്ത് മുന്നോട്ട് പോകാം. ഞാൻ സെക്കൻഡ് ഓപ്ഷൻ തിരഞ്ഞെടുത്തു. ഒരുപാട് സമയമെടുത്തു, ഷോക്കായിരുന്നു. ആ ഡിപ്രഷൻ സ്റ്റേജിൽ കൂടെ പോയിട്ടൊക്കെ തന്നെയാണ് ഞാൻ കടന്നു വന്നത്. എല്ലാവരെയും പോലെയല്ലേ ഞാനും. രാവും പകലും ഇല്ലാതെ കരഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഒരു തമിഴ് സീരിയലാണ് ചെയ്തുകൊണ്ടിരുന്നത്. സീരിയലിൽ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പലതവണ ഞാൻ വീണു പോയിട്ടുണ്ട്. അതിൽ നിന്ന് പുറത്തു കടക്കുക വളരെയേറെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. എല്ലാവരും കല്യാണം കഴിക്കുമ്പോൾ ഇങ്ങനെ ആകുമെന്ന് പ്രതീക്ഷിക്കില്ലല്ലോ, പ്രത്യേകിച്ച് എന്നെ പോലെ ഹോംലി ആയ ഒരാൾ. എന്നെ വളർത്തിയത് അപ്പാപ്പനും അമ്മാമ്മയുമാണ്. അവരുടെ ചട്ടക്കൂട്ടിൽ വളർന്നൊരു കുട്ടിയാണ് ഞാൻ. ചിന്തിച്ചിട്ട് കൂടിയില്ല ഇങ്ങനെ ഒരു സാഹചര്യം ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന്. അതുകൊണ്ട് തന്നെ കഠിനമായിരുന്നു ആ സ്റ്റേജ്.
അമ്മയായിരുന്നു എൻ്റെ കൂടെ ഈ സമയത്ത് ഉണ്ടായിരുന്നത്. അമ്മ സിംഗിൾ പാരന്റ് ആയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത് ചിലർക്ക് വീണ് കിടക്കാനുള്ള ഓപ്ഷൻ ഇല്ലെന്ന്. അമ്മ വളരെ ശക്തയായ സ്ത്രീയാണ്. അമ്മ തന്നെയാണ് എൻ്റെ റോൾ മോഡൽ. അതുകൊണ്ടാണ് ഞാൻ വളർന്നത്. നമ്മൾ ബെസ്റ്റായ കാര്യങ്ങളാണ് ജീവിതത്തിൽ തിരഞ്ഞെടുക്കുക. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും തെറ്റായിപ്പോയി എന്ന് പറയാനാകില്ല. ഇപ്പോഴുള്ള ഈ മേഘന അതിൽ കൂടെയൊക്കെ കടന്നു വന്ന് പക്വതയായ ആളാണ്. ഒന്നുകിൽ ഒരു പാഠമായിരിക്കും, ഓർമ്മയായിരിക്കാം. അതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. തെറ്റാണെന്ന് പറയാനാകില്ല. ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാകണമെന്നുമില്ല. ചില കാര്യങ്ങൾ തെറ്റായി പോകും. അതിൽ കുറ്റബോധം കൊണ്ടിരിക്കില്ല ഞാൻ. ആ തെറ്റുകൾ തിരുത്താൻ ഞാൻ ശ്രമിക്കും. ഡിപ്രഷൻ സമയത്തൊക്കെ പലരോടും എൻ്റെ പ്രശ്നങ്ങൾ പങ്കുവച്ചിട്ടുണ്ടെങ്കിലും കുറെ നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് മാത്രമാണ് അത് ഫീലിങ്സ്. മറ്റുള്ളവർക്ക് അത് കഥ മാത്രമാണ്. നമ്മൾ ജീവിച്ചു തീർത്ത ഓരോ നിമിഷവും എങ്ങനെയായിരുന്നു എന്ന് നമുക്കല്ലേ അറിയൂ. അതൊരു 10 മിനിറ്റ് കൊണ്ടോ 5 മിനിറ്റ് കൊണ്ടോ വിശദീകരിക്കാൻ പറ്റില്ല. വിശദീകരിച്ചാൽ പോലും അത് 10% പോലും ആളുകൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് വിവാഹമോചനത്തെക്കുറിച്ച് ഞാൻ പ്രതികരിക്കാതിരുന്നതെന്നും ഇനി ശരിതെറ്റുകൾ ചികയുന്നതിൽ കാര്യമില്ല. ഒരുപക്ഷെ മറ്റൊരു അവസരത്തിൽ ഞാൻ വിവാഹമോചനത്തിന് കാരണം വെളിപ്പെടുത്തിയേക്കാമെന്നും മേഘ്ന വ്യക്തമാക്കി.